2025 ജനുവരി മാസം 19 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ താൻ പ്രസിഡന്റായിരുന്ന സമയത്ത് തന്നെ സൗത്ത് കരോളിനയിലെ ഒരു ഫ്രീമേസൺ സംഘടനയുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു കേന്ദ്രത്തിൽ എത്തുകയും അവർ ജോ ബൈഡന് ഒരു ഫ്രീമേസണറി അംഗത്വം നൽകുകയും ചെയ്ത വാർത്ത വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കത്തോലിക്ക സമൂഹം സ്വീകരിച്ചത്. ഫ്രീമേസണറി അംഗത്വം ആ ഒരു അംഗത്വം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഭയിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന നിലപാട് ഉറച്ചതും വ്യക്തവുമായ ശബ്ദത്തിൽ നിരവധി മാർപ്പാപ്പമാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ ഫ്രീമേസണറി അജണ്ടയുടെ, ഈ ഫ്രീമേസണറി ഗ്രൂപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഇവർ കത്തോലിക്ക സഭയെ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവർ ലോകത്തിന്റെ ഒരു ഗതിവിഗതികളെ മാറ്റുവാൻ ശ്രമിക്കുന്നത്, തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? സമകാലിക ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരുടെ ചില നിലപാടുകൾ എങ്ങനെ ലോകക്രമത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. റോബിൻ, ജോജി, ഈ കഴിഞ്ഞ ദിവസം ആഗോളതലത്തിലുള്ള കത്തോലിക്ക വിശ്വാസികളെ വളരെയധികം നടുക്കത്തിലാഴ്ത്തിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത ശ്രവിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ നമ്മൾ ആദ്യം ആ ഒരു വാർത്ത പുറത്തുവിട്ടത് ഷെക്കേന ന്യൂസാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഒരു ഫ്രീമേസണറി ഒരു അംഗത്വം കൊടുക്കുന്ന ഒരു വാർത്ത. അതിന്റെ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിന് തൊട്ട് തലേന്നാൾ, അതായത് ജനുവരി 19 2025, ജനുവരി 20 അദ്ദേഹം അധികാര കൈമാറ്റം നടന്നത്. ജനുവരി 19 ഇത്തരത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് ഈ സൗത്ത് കരോളിനയിലുള്ള ആ ഒരു ഫ്രീമേസണറി സംഘടന നൽകുന്നത്. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു അംഗത്വം ലഭിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാൻ ആ ഒരു വാർത്ത, ഈ പറയുന്ന ഫ്രീമേസണറി സംഘടനയുടെ സൗത്ത് കരോളിനയിലെ ഒരു പ്രിൻസ് ഹാൾ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഒരു സംഘടനയാണ് ഇത്തരത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് പ്രസിഡന്റ് ബൈഡന് കൊടുത്തത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ചില വാചകങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അകത്ത് കൃത്യം ഡേറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. വിക്ടർ സി മേജർ, ദി 27th മോസ്റ്റ് വർഷിപ്പുൾ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇദ്ദേഹത്തെ, ജോ ബൈഡനെ, ഈ പ്രിൻസ് ഹാൾ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ഫ്രീമേസൺ സംഘടനയിലേക്ക് വെൽക്കം ചെയ്തത്. എന്തുകൊണ്ട് ഇവർ ഈ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നു എന്നൊരു കാര്യം കൃത്യമായിട്ടും ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, പ്രസിഡന്റ് ബൈഡൻ ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് എക്സെപ്ഷണൽ ഡെഡിക്കേഷൻ ആൻഡ് സർവീസ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഒപ്പം തന്നെ whereas his service reflects the core values of the most worshipful Prince Hall Grand Lodge of free and accepted Masons of the state of South Carolina, including brotherly love, relief and truth. ഒപ്പം തന്നെ അടുത്തൊരു പോയിന്റ് ആണ്, പ്രസിഡന്റ് ജോസഫ് ബൈഡൻ കോൺട്രിബ്യൂഷൻസ് ഹാവ് സിഗ്നിഫിക്കന്റ്ലി ബെനിഫിറ്റഡ് ദി സിറ്റിസൺസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവർ പറയാതെ തന്നെ പറയുകയാണ്, ജോ ബൈഡന്റെ നിലപാടുകൾ, ജോ ബൈഡന്റെ പോളിസികൾ ഈ ഫ്രീമേസണറി അജണ്ടയുമായി ചേർന്ന് പോകുന്നതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾക്കൊത്താണ്, അവരുടെ അജണ്ടയ്ക്കൊത്താണ് ജോ ബൈഡൻ പ്രവർത്തിച്ചത്, അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ പ്രവർത്തിച്ചത് എന്ന ഒരു സൂചന ഈ പറയുന്ന ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല, ഇവരുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തായിരുന്നു ജോ ബൈഡന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്? പലപ്പോഴും ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി നമ്മൾ നിലപാടുകളിലൂടെയും പല ഇന്റർവ്യൂസിലൂടെയും ഒക്കെ ജനത്തിന് ഒരു അവബോധം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് പലരും ഒരു സൈഡിൽ നിന്ന് വിമർശിച്ചു, എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നു. പക്ഷേ അതിന്റെ റീസൺസ് നമുക്ക് ഒന്നൊന്നായിട്ട് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ഈ ജോ ബൈഡൻ കൃത്യമായിട്ടും ഒരു ഫ്രീമേസണറി അജണ്ടയോടുകൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് നമുക്ക് പറയാൻ സാധിക്കും. അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്നു, LGBTQ സപ്പോർട്ട് ചെയ്യുന്നു, അനിയന്ത്രിതമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഉറച്ചൊരു നിലപാടുള്ള പ്രസിഡന്റ് അമേരിക്കയിൽ വരണമെന്ന് നമ്മൾ കൃത്യമായും വ്യക്തമായും നിലപാടുകൾ വ്യക്തമാക്കിയത്. അപ്പോൾ ജോജി, നമുക്കറിയാം ജോ ബൈഡൻ ഒരു കാത്തലിക്കാണ്. 1738 എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കാത്തലിക് ചർച്ച് ഈ ഫ്രീമേസണറി ആ ഒരു സംഘടനയിൽ നിന്നുള്ള അംഗത്വത്തിൽ നിന്നും കാത്തലിക്സിനെ ഫോർബിഡൻ ചെയ്യുന്നത്. അതിനുശേഷം 11 മാർപ്പാപ്പമാർ ഇത് സംബന്ധിച്ച കൃത്യം വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഡിസ്കഷൻ നമുക്ക് പോകേണ്ടത്, എന്തുകൊണ്ട് കത്തോലിക്ക സഭ ഈ ഒരു ഫ്രീമേസണറി അജണ്ടയെ, ആ ഒരു സംഘടനയെ, അവരുടെ ആശയങ്ങളെ എതിർക്കുന്നു? ഒപ്പം തന്നെ ഒരു ആസ് എ കാത്തലിക് ഈ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു അംഗത്വം സ്വീകരിച്ച് കഴിഞ്ഞാൽ, അതിന്റെ ആശയങ്ങളോട് അനുഭാവം പുലർത്തി കഴിഞ്ഞാൽ, കാനോനിക്കലായിട്ട് നമ്മൾ സഭാത്മകമായി ചിന്തിച്ചു നോക്കുമ്പോൾ ഏതെല്ലാം ഒരു ശിക്ഷണ നടപടികൾക്കായിരിക്കും ആ ഒരു വ്യക്തി വിധേയനാകേണ്ടി വരിക? ഷെക്കേന ഈ ഫ്രീമേസണറിയെ കുറിച്ച് അല്ലെങ്കിൽ
കേരളത്തിലെ സഭാവിശ്വാസികൾക്ക് അത്ര കേട്ട് പരിചയമില്ലാത്ത, ഇപ്പൊ നമുക്ക് തന്നെ അത്രമാത്രം പരിചയമില്ല വാക്കുകളൊന്നും, ഇത്തരം കൺസെപ്റ്റുകളെ കുറിച്ച്, ഇത്തരം ആശയങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഈ നിലപാടിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് ഇങ്ങനെ ആകുന്നു. പലപ്പോഴും ഒരു പക്ഷേ ജനങ്ങളെ ചിന്തിക്കുക എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്രമാത്രം കൺസേൺഡ് ആകുന്നു. ഇവിടെ ജോർജ് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു US ഇലക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉയർത്തിക്കാട്ടിയ കുറച്ച് വാക്കുകളാണ് ഡീപ് സ്റ്റേറ്റ്, ഫ്രീ മേസൺ, ഇലുമിനാറ്റി ഗ്രൂപ്പ്, അങ്ങനെ അവിടെ നമ്മൾ ലിബറൽ ചിന്താഗതികൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ ട്രംപിനെ നമ്മൾ ഉയർത്തിക്കാട്ടാൻ കാരണം, അല്ലെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഇത്തരം ആശയങ്ങളോടുള്ള ട്രംപിന്റെ ഒരു എന്താ പറയുക വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളായിരുന്നു, എതിർപ്പായിരുന്നു ശരിക്കും. അപ്പൊ നമ്മൾ ജോ ബൈഡനെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ജോ ബൈഡനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അദ്ദേഹത്തിന്റെ ആ ഒരു എന്നാ പറയുക പിന്തുണയ്ക്കുന്നവരെയൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു പോയിന്റ് ഇതാണ് ശരിക്കും. അവര് ഇത്തരം ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീമേസന്റെ അജണ്ടയോട് അവർ വല്ലാതെ എന്താ പറയുക ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്, അവർക്ക് കൊണ്ട് ചായ വിടുന്നതാണ്. ഇപ്പോഴാണ് നമ്മുടെ ആ സംശയം ശരിക്കും അവർ അരക്കിട്ടിട്ട് ഉറപ്പിക്കുന്നത് പോലെയാണ്. മനസ്സിലാക്കണം ജോർജ് പറഞ്ഞ പോലെ പ്രസിഡന്റ് ആ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുന്നതിന് തൊട്ട് തലേന്നാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഈ സെലിബ്രിറ്റികളെ തങ്ങളുടെ കൂടെ കൂട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആശയമാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ലോകത്തോട്ട് ഒരു നമ്പർ 1 സെലിബ്രിറ്റിയാണ് US പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ആ ഒരു ദിനത്തിൽ തന്നെ തങ്ങളുടെ ഇടയിൽ ആ ഒരു തങ്ങളുടെ സ്വീകരണത്തിലേക്ക് വന്നു, തങ്ങളുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ഒരു നമ്പർ, അവർക്കൊരു വലിയൊരു പോപ്പുലാരിറ്റി കൊടുക്കും ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ കൺസെപ്റ്റുകൾ ഇതിന്റെ പുറകിലുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ പറയുകയാണെങ്കിൽ ശരിക്കും 1717 നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി ട്രേസ് ബാക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു സാന്നിധ്യം കാണാൻ സാധിക്കുന്നത്. അത് ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാൻഡ് ലോഡ്ജ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും. പക്ഷെ അത് ആദ്യകാലങ്ങളിൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്നും ഇന്നും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരൊരു അവ്യക്തതയുണ്ട്, ഒരുപാട് അല്ലെങ്കിൽ ഒത്തിരി സീക്രട്സി ഉണ്ട്, നിഗൂഢത. അതാണ് അപ്പം നമ്മുടെ ഒരു കാത്തലിക് ആശയമായിട്ട് ഇത് ചേർന്ന് പോയില്ല, ഭയങ്കര ഒന്നും എന്താ പറയുക ഈ വെളിച്ചത്തേക്ക് വരുന്നില്ല, എല്ലാം നിഗൂഢതയാണ്, ഒരുപാട് സീക്രട്സിയാണ്, ഒരുപാട് എന്നാ പറയുക ഈ ഇന്നർ കട്ടറിലാണ് എല്ലാ പ്രവർത്തനം നടക്കുന്നത്, അല്ലെങ്കിൽ മറയിട്ട കട്ടറിലാണ് എല്ലാ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പം അതിനുശേഷം ഈ 1717 ഇതൊരു ഈ മേസണറി മൂവ്മെന്റ് എടുത്തു തുടങ്ങി. അപ്പൊ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായി ആ ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതിനുശേഷം ഒരു 21 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, പയസ് 12 മാർപ്പാപ്പ തന്റെ അപ്പസ്തോലിക ബൂളയിൽ ഇൻ എമിനേറ്റ് എന്ന് പറഞ്ഞ ഈ അപ്പസ്തോലിക ബൂളയിൽ വളരെ കൃത്യമായിട്ട് ഇതിന് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. മനസ്സിലാക്കണം അതെന്താണ് കാരണം വെച്ചാൽ അദ്ദേഹം അപ്പൊ അവിടുന്ന് മുതൽ നമ്മളിങ്ങോട്ട് ഇതിനെങ്ങോട്ട് പഠിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 10ഓളം പാപ്പസിയിലുള്ള പാപ്പമാര് ഇതിനെ ശരിക്ക് എന്താ പറയുക എതിർത്തു. നമ്മുടെ ആശയം അതെ, ഇത് കത്തോലിക്ക ആശയമായിട്ട് സഭയായിട്ട് ചേർന്ന് പോകുന്നതെന്ന് മനസ്സിലാക്കി. അതിന് പല പല കാരണങ്ങളെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലിയോ 13 മാർപ്പാപ്പ തന്റെ ചാക്രിക ലേഖനത്തില് ഹ്യൂമൻ ഓഫ് ജെനുസിൽ വളരെ കൃത്യമായിട്ട് ഈ കത്തോലിക്ക സഭയും ഫ്രീമേസണറി ഗ്രൂപ്പും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഭിന്നത അല്ലെങ്കിൽ ആ വ്യത്യാസം അല്ലെങ്കിൽ ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി എടുത്തു പറയുകയാണ് ശരിക്കും. അവിടെ പറയുന്നത് വെച്ചാൽ ശരിക്കും ഇതൊരു 1-ാം പ്രമാണത്തെയും 2-ാം പ്രമാണത്തെയും ഗണ്ണിക്കുന്ന ഒരു ആശയധാര ഇതിന്റെ. കാരണം വെച്ചാൽ ഈ ഫ്രീമേസൺസ് ഈ മേസൺറി അജണ്ടക്കാര് അവർ കൂടുതൽ ഒരു സ്ട്രെസ് കൊടുക്കുന്നത് ലോജിക്കിനാണ്, റീസണാണ്. അവരുടെ ദൈവം റീസണാണ് ശരിക്കും. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ഈ വെളിവാക്കപ്പെട്ട ദൈവമാണ് ശരിക്കും. അപ്പൊ അവിടെയാണ് നമ്മളുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഇവർ ഈ എന്താ പറയുക ഒരു ആരാധന ഇല്ലെന്ന് പറയാം, എന്നാൽ അവർക്ക് ശരിക്കും ആരാധന ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് കുറെ ആശയങ്ങൾ മാത്രമല്ല, ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു പല പല ഘട്ടങ്ങളിലേക്ക് സ്റ്റേജുകളിലേക്ക് കടന്നു പോകുമ്പോൾ എന്ത് ക്രൈസ്തവർ വിശ്വസിക്കുന്നുവോ, എന്താണ് നമ്മുടെ വിശ്വാസ പ്രമാണം, അതിനൊക്കെ തികച്ചും വിഭിന്നമായ രീതിയിലുള്ള ചില ആശയങ്ങൾ ഇവർ പിന്തുടരുന്നതായിട്ടും അതിനെ അവർ സ്വന്തമാക്കുന്നതായിട്ടും അതിനെ അവർ ആരാധിക്കുന്നതായിക്കോട്ടെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിച്ചിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം അവരുടെ പിന്നെ എന്താ പറയുക ഈ എഴുതപ്പെടാത്ത ഒരു തത്വം ഇതാണ്, അവരുടെ പ്രഥമ ശത്രു എന്ന് പറയുന്നത് കത്തോലിക്ക സഭയും പോപ്പുമാണ്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ മെല്ലെ അങ്ങോട്ട് എന്താ പറയുക ഈ ചുരുൾ നിവർത്തി. അപ്പൊ ഇതിനെക്കുറിച്ച് ഉറപ്പായിട്ടും പോപ്പുമാർ ഇതിനെക്കുറിച്ചുള്ള വാണിയും കൊടുത്തു. അപ്പൊ മനസ്സിലാക്കണം ജോർജ് എത്രമാത്രം 2 ധ്രുവത്തിലാണ് ഇത് രണ്ടും പോകുന്നത് മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റു പറഞ്ഞ ആശയം ഇതാണ്, ഒരു ഫ്രീ സൊസൈറ്റി വേണം. അവരുടെ മതത്തിന് വലിയ പ്രാധാന്യമില്ല. അല്ലെങ്കിൽ മറ്റൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവർ നിലവിലുള്ള മത സംവിധാനങ്ങളെയും വിശ്വാസ സംവിധാനങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും വരെയും തകിടം മറിക്കുന്ന അവസ്ഥ. ഇപ്പൊ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത് ശരിക്കും അവരുടെ ആശയം അന്ന് തന്നെ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് വാണിയും കൊടുത്തു. മനസ്സിലാക്കണം. പിന്നീട് പറയാണ് ഈ കത്തോലിക്ക സ്കൂളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ഇത്രമാത്രം സ്വാധീനം കൊടുക്കാൻ പാടില്ല. യുവാക്കൾ അവർ ഇഷ്ടം പോലെ പഠിക്കട്ടെ. ഇപ്പൊ അതല്ലേ സംഭവിച്ചേക്കുന്നത്, സെക്കുലറിസം.
മനസ്സിലാക്കണം അല്ലെ? മനസ്സിലാക്കണം. അവർ ഇഷ്ടംപോലെ പഠിച്ചു പോയി. അപ്പൊ അവർക്ക് ക്രിസ്തുവിന് അല്ലെങ്കിൽ ക്രൈസ്തവ ആശയങ്ങൾക്ക് യാതൊരു വിലയില്ലെന്നായി. ഇവരെന്തുകൊണ്ടാണ് ഈ നിലവിലുള്ള സകല സംവിധാനങ്ങൾ ഇവർ തകിടം മറിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, ഈ നിലവിലുള്ള സകല രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായ സകല സംവിധാനങ്ങൾ അതെല്ലാം ഒരു ക്രിസ്ത്യൻ വാല്യൂസിൽ, ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിൽ ബേസ് ചെയ്തുള്ളത്. അപ്പൊ അത് കാരണം അവർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനെ മറികടക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്ക് നമ്മളൊരു സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നു, ഇവരെ റീസണെ ആരാധിക്കുന്നു, ഇവർ ലോജിക്കിനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫോക്കസ് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ശരിക്കും അതൊരു ഒന്നാം പ്രമാണ ലംഘനമാണ്. ഇനി രണ്ടാം പ്രമാണ ലംഘനം, അതും പറയാം. അതിനെക്കുറിച്ച് 2 പ്രമാണങ്ങളെ കുറിച്ച് പറയാനുള്ളത്, ഇവർ ഒരുപാട് പ്രതിജ്ഞകൾ എടുക്കുന്നു. ഈ പ്രതിജ്ഞ അല്ലെങ്കിൽ ഇവർ ദൈവത്തിന്റെ പേരിൽ എടുക്കുന്നു, പക്ഷേ അത് സത്യമൊന്നുമില്ല. മനസ്സിലാക്കണം. സൃഷ്ടാവിന്റെ പേരിൽ ദൈവത്തിന് എന്ന് പറയുന്നു, പക്ഷെ യാതൊരു സത്യമായിട്ട് ബന്ധമില്ല. അപ്പൊ ഇങ്ങനെ നമുക്കും തികച്ചും കോൺട്രാഡിക്ടറിയാണ്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്? അപ്രൂട്ട് ചെയ്യുക നിലവിലുള്ള, അല്ലെങ്കിൽ ഇവർ ശരിക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഒരു സഭയെ ആക്രമിക്കുന്നു, വിശ്വാസത്തെ ആക്രമിക്കുന്നു. ഇനി സഭ കടത്തിരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെനഡിക്ട് സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ അംഗത്വമുള്ളവർ അവർ ഗ്രേവ് സിന്നിലാണ്, അവർ പരിശുദ്ധ ഉത്സരിക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലാക്കണം. ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ അങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ചോദിക്കും, അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. നോക്കി അതിന്റെ ഫലം നോക്കി. അതിന്റെ ഫലം എനിക്ക് തോന്നുന്നു റോബിൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും. നോക്കി, ലിബറൽ ചിന്താഗതിയായില്ലേ US-ലും അതുപോലെ യൂറോപ്പിലൊക്കെ. എവിടെ വിശ്വാസം? ഫ്രാൻസിനെ പറ്റി പലവട്ടം വാണിംഗ് പറഞ്ഞു. ഫ്രാൻസിന്റെ അവസ്ഥ തകർന്നു പോയി. ഫ്രാൻസിന്റെ അവസ്ഥ എന്തെന്നാ? അതുപോലെ UK അവസ്ഥ. ഇനിയിപ്പോൾ US-ലേക്ക് അത് വരുന്നു. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അത് പടർന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഡേഞ്ചറസ് അവസ്ഥ. അപ്പൊ അതാണ് നമ്മുടെ ഒരു സമൂഹത്തിനൊരു വലിയ വാണിങ്ങിന്റെ ആവശ്യം. കാരണം വെച്ചാൽ സമൂഹം ചിത്രീകരിക്കപ്പെടും. നമ്മുടെ മെയിൻ ഫോക്കസ് ഹ്യൂമനാണ്, മനുഷ്യനിൽ നമുക്ക് ശ്രദ്ധ വേണമെന്നേ. അതിനുശേഷം മതി ഈ പറഞ്ഞ ഈ റീസണും ലോജിക്കും പ്രകൃതിയും എല്ലാ ദേശം മതി. പക്ഷെ ഇവരുടെ ഫോക്കസ് അങ്ങോട്ടും ഇവരും എല്ലാം ഈ ഡൈവേർട്ട് ചെയ്യുന്നത്. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ സമൂഹം ചിത്രീകരിക്കപ്പെടുന്നു, കുടുംബ ബന്ധങ്ങൾ. ഇനി ഇവിടെ ജോർജ് പറഞ്ഞ പോലെ തന്നെ ഈ ജോ ബൈഡനൊക്കെ കൊടുത്ത ആശയങ്ങൾ എന്താ അവർ കൊടുത്ത LGBTQ ആശയങ്ങൾ, അവർ കൊടുത്ത അബോർഷൻ ആശയങ്ങൾ, അവർ കൊടുത്തത് ശരിക്കും ഒരു ക്രൈസ്തവ വിരുദ്ധമായ ആശയങ്ങൾ, ഒരു ഫ്രീ സൊസൈറ്റി, ഒരു മൾട്ടി കൾച്ചർ സൊസൈറ്റി എന്നുള്ള അവസ്ഥ കൊടുത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാജ്യങ്ങളുടെ ആ ഒരു എന്താ പറയാ സുസ്ഥിരതയും അവരുടെ സുരക്ഷിതത്വവും അവരുടെ നിലനിൽപ്പും തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കും. അതാണ് നമുക്ക് ഫ്രീമേസണറിയും സഭാവിശ്വാസമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തത്. അതാണ് അത്ര ആശയങ്ങളാണ് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തത്. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 11 മാർപ്പാപ്പമാർ വളരെ സ്ട്രോങ് ഭാഷയാണ്. ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും അതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യങ്ങൾ, ഈ ഫ്രീമേസനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത്രയും പോപ്പുമാർ ഇത്രയും ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അത് വ്യക്തമാണ്, അതൊരു ആന്റി കാത്തലിക് ആണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോബിനിലേക്ക് വരുമ്പോൾ, നമ്മൾ ഇവരുടെ പല ആശയങ്ങളും നമ്മൾ പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ കേട്ടാൽ വളരെ സുന്ദരമായിട്ടുള്ള ആശയങ്ങൾ അല്ലെ, സ്വാതന്ത്ര്യം, സമത്വം, ഇക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്ത, ലിബറൽ ചിന്താഗതി. നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഇപ്പം നിരീശ്വരവാദ ചിന്താഗതികളിലൊക്കെ പെട്ടുപോകുന്ന യൂത്തിനെയൊക്കെ വളരെയധികം അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതി. പക്ഷേ ജോജി സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഒരു ലോക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ കാലഘട്ടത്തിൽ ഒരു സമൂഹം ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടോ ആ കാലം മുതൽ ആ സമൂഹത്തിന്റെ ഒരു അപജയം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ റോബിൻ, നമ്മൾ സമകാലിക ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ യൂറോപ്പ് ആയിക്കോട്ടെ, ഇപ്പം ജോജി പറഞ്ഞതുപോലെ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ ഫാക്ടറി ഓഫ് സെയിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നാടായിരുന്നു. ഇപ്പോൾ ആ നാട് ഫാക്ടറി ഓഫ് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഈ കൂട്ടർ തങ്ങളുടെ അജണ്ടയിലുള്ളവർ അല്ലെങ്കിൽ തങ്ങളുടെ ചൊൽപ്പടിയിലുള്ളവരെ കൊണ്ട് ലോകമെമ്പാടും നടപ്പാക്കിയതിന്റെ ഒരു പരിണിത ഫലമല്ലേ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഫ്രീമേഴ്സിനെ കുറിച്ച് നമ്മൾ അവരുടെ അജണ്ട നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ എന്ത് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ അജണ്ട നടപ്പിലാക്കി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു സെപ്പറേറ്റ് മതമാണ്. ഇവര് ദൈവത്തെ പറയുന്നത് ഗ്ലോബൽ ആർക്കിടെക്ട് എന്നാണ്. ഗ്ലോബൽ ആർക്കിടെക്ട് ആണ് ദൈവം എന്ന് പറയുന്നത്. ക്രിസ്തു അങ്ങനെ ഇതിൻ്റെ ഉള്ളില് ഈ ചരിത്രത്തിൽ പല ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ ഈ ബാൽദേവൻ, ഈജിപ്തിലെ ബാൽദേവൻ, അത് ഇവര് ഇത് ചെയ്തു. അതുപോലത്തെ അന്നത്തെ നിയമങ്ങൾ ഇവര് സ്വാംശീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഗ്രേഷ്യൻ ഫിലോസഫികൾ, തിയോളജികൾ, ഗ്രീക്കിന്റെ പണ്ടത്തെ പ്രാചീനമായ തിയോളജികൾ, അതെല്ലാം ഇവർ സ്വാംശീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ മിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള മിസ്റ്റിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ നിന്നുള്ള മിസ്റ്റിക് ആയിട്ടുള്ള ബിലീഫ്സ്, ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ബിലീഫ്സ് എല്ലാം ഇവര് ആക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ പല മതങ്ങളിൽ നിന്ന്, ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മതങ്ങളും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ മതങ്ങളിൽ നിന്നുള്ള തത്വങ്ങളെല്ലാം ഇവർ സ്വാംശീകരിച്ചെടുക്കുന്നു.
അങ്ങനെ ഒരു സിംഗിൾ ഗോഡ്, ആ സിംഗിൾ ഗോഡിലേക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് ഇവർ കോപ്പി പേസ്റ്റ് ചെയ്തേക്കാണ് കത്തോലിക്ക സഭയെ. അതിൻ്റെ ആ ഹൈറാർക്കിയും അതിൻ്റെ ആ രീതിയും എല്ലാം കറക്റ്റ് ഇവർ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ എല്ലാം സ്വാംശീകരിച്ചെടുത്ത് വെച്ചിട്ട് ഇവർ കറക്റ്റ് ഓർഡർ ഉണ്ടാക്കി, കൃത്യമായിട്ട് ഓർഡർ ഉണ്ടാക്കി. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവർ അതിനെ അങ്ങ് ഒരു മതമായിട്ട് തന്നെയാണ് ഇതിനെ ഇവരെ ആക്കിയെടുത്തേക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ തന്നെ പല വെബ്സൈറ്റുകളിൽ ഇവർ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല, പക്ഷേ ഞങ്ങൾ എല്ലാ മതങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ലൈറ്റ്, അതായത് ആ ലൈറ്റ് നമ്മൾ ഓർത്തിരിക്കണം, ഒരു വെളിച്ചത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള രീതിയിൽ ഇവർ പറയാം. എന്ന് വെച്ചാൽ ഇവരെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രാചീനമായിട്ടുള്ള എല്ലാ പേഗണിസംസ്, സഭ പേഗൺ എന്ന് പറയുന്ന എല്ലാ വിശ്വാസങ്ങളെയും വരുത്തും. എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയ്ക്കും പേപ്പസിക്കും കംപ്ലീറ്റ് എതിരാണ് ഇവര്. സഭയെ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ നിന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇവര്. ഇന്നും അവരതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വിശ്വാസങ്ങളെ നമ്മൾ ഓർത്തിരിക്കണം. എന്ന് വെച്ചാൽ ഇവര് സഭ പേഗൺ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും സ്വാംശീകരിച്ച് ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അവർ വെളിച്ചത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ ഫ്രീമേഴ്സന്റെ ഈ തത്വശാസ്ത്രത്തിലേക്ക് മുഴുവൻ വരുമ്പോൾ ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിനെ മാറ്റി നിർത്തുക. ക്രിസ്തുവിനെ മാറ്റി. അതുകൊണ്ടാണ് സഭ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഫ്രീമേഴ്സണിൽ പോകുന്നവര് യൂക്കറിസ്റ്റ് സ്വീകരിക്കരുത്, ക്രിസ്തുവിനെ സ്വീകരിക്കരുത്. കാരണം ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം ക്രിസ്തുവിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്തുവിനെ മാറ്റി നിർത്താൻ ആർക്കാണ് കഴിയുന്നത്? ക്രിസ്തുവിനെ മാറ്റി നിർത്താൻ ഈ പ്രഭാത നക്ഷത്രം, അവരും വെളിച്ചത്തിലേക്കാണ് പോകുന്നത് പറഞ്ഞു. ഈ വെളിച്ചം എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഇവിടുന്നാണ് ഈ വെളിച്ചം ഉണ്ടാകുന്നത്. പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്, ഫ്രീമേഴ്സിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ ലൂസിഫറിനെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പുറത്തു വന്നു. ഈ ഫ്രീമേഴ്സിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ ടെസ്റ്റിമണിയാണ് അവരുടെ, അല്ലാതെ നമ്മൾ വെറുതെ പറയുന്നില്ല, അവരുടെ ടെസ്റ്റിമണിയാണ് അത്. ഫ്രീമേഴ്സിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ തന്നെ പറയുന്നത് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരുടെ റിച്വലുകളില് ലൂസിഫറിനെ ആരാധിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇവർ കേട്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അവർ പറയുന്ന സാഹചര്യമുണ്ട്. ഈ പറഞ്ഞു അങ്ങനെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ശരിക്കും ലോകത്തിൽ ഇവർ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്ന ഇവർ നമ്മൾ രണ്ട് ആംഗിൾ, ഒന്ന് യൂറോപ്പിന്റെ ആംഗിളിലും ഒന്ന് ഇപ്പോൾ നടന്ന അമേരിക്കയുടെ ആംഗിളിലും നോക്കാം. ഇപ്പോൾ ജോ ബൈഡൻ ഇപ്പോൾ ഈ ഫ്രീമേഴ്സണിൽ ഇത് അംഗത്വം അവർ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ ഫ്രീമേഴ്സനെ ചേർത്ത് വെച്ച് ജോ ബൈഡനെ പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, കോർ വാല്യൂസ്, ഫ്രീമേഴ്സിന്റെ കോർ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്തു. കോർ വാല്യൂസ് എന്തായിരുന്നു? അബോർഷൻ ആയിരുന്നു, LGBTQ ആയിരുന്നു, അതുപോലെ തന്നെ യുത്തനേഷ്യ ആയിരുന്നു. അബോർഷന്റെ ക്ലിനിക്കിന്റെ മുന്നിൽ സപ്പോർട്ട് ചെയ്തവരെ ഇവർ ജയിലിടുന്ന സാഹചര്യം ഉണ്ടായി. യുത്തനേഷ്യക്കെതിരെ പ്രതികരിച്ചതിന് ഞാൻ തന്നെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ എന്ന് പറയുന്ന സിസ്റ്റർമാർക്കെതിരെ ഇവർ കേസ് എടുത്തിട്ട് അവസാനം ഈ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോഴാണ് അവരുടെ കേസ് ഒഴിവാക്കി കൊടുത്തത്. അവർ സുപ്രീം കോടതിയിൽ നിന്ന് കേസ് ജയിച്ചു വരുന്ന സാഹചര്യം സപ്പോർട്ട് ചെയ്തത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പൊ അങ്ങനെ ഇവര് ഈ സാധനങ്ങളെല്ലാമാണ് ഡെമോക്രാറ്റുകൾ എന്ന് വെച്ചാൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡെമോക്രാറ്റുകൾ മുഴുവൻ, കമലാ ഹാരിസ് അടക്കമുള്ളവർ മുഴുവൻ ഈ ഫ്രീമേഴ്സൺ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 2023 ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഫ്രീമേഴ്സണിൽ ചേരുന്നവര് കത്തോലിക്ക വിശ്വാസത്തിനെതിരാണ്. 2024 ഈ ഫ്രീമേഴ്സൺ, ഈ ഇറ്റലിയിൽ തന്നെ ഫ്രീമേഴ്സണുമായിട്ട് ചേർന്ന് ഇതിന് ഡയലോഗ് കൃത്യമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പോയിട്ടുള്ള ബിഷപ്പ് അത് കഴിച്ച് കൃത്യമായിട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്ന സാഹചര്യമുണ്ട്. കാത്തോലിക്സിന് ഒരിക്കലും ഫ്രീമേഴ്സണിൽ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്തു ഇല്ലാത്തിടത്ത് എങ്ങനെയാണ് കാത്തോലിക്സിന് നിൽക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ കത്തോലിക്ക ഇവര് പലപ്പോഴും ഈ ബൈബിളിലൊക്കെ വെച്ചാണ് ഈ പ്രതിജ്ഞ, അവർക്ക് ഓത്തുണ്ടല്ലോ, ഓത്ത് ഇത് ബൈബിളിലൊക്കെ കൈവച്ചാണ് ഇവര്, അതുപോലെ മറ്റു വിശ്വാസത്തിൽ അവർക്ക് വെച്ച, എന്ന് വെച്ചാൽ അങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത ആളുകളെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അവർക്ക് പലപ്പോഴും ഇത് മനസ്സിലായി. കാരണം പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഇവരുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കാത്തോലിസിസവും അതുപോലെ തന്നെ ഈ ഫ്രീമേഴ്സണും ഏകദേശം ഒരേപോലെയാണ് എന്നുള്ളത്. ഇപ്പം മാർപ്പാപ്പന്മാരുടെ പല ചാക്രിക ലേഖനങ്ങളും അതുപോലെ തന്നെ പിന്നെ ഈ കാനോനിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പലപ്പോഴും ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകളെ വിശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഈ കാത്തോലിസിസവും ഫ്രീമേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ അതിനെ എങ്ങനെ ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്കയിൽ നടന്നിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ, ഇപ്പോൾ അബോർഷൻ, LGBTQ അടക്കമുള്ള കാര്യങ്ങൾ ഇവരെ വിശ്വസിപ്പിച്ചതിന്റെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, എന്താണ് ജോ ബൈഡൻ അവസാന കാലത്ത് ചെയ്തത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ജോ ബൈഡൻ റഷ്യക്കുള്ളിലേക്ക് മിസൈല്, ലോങ് റേഞ്ച് മിസൈല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉക്രൈന് പെർമിഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പെർമിഷൻ കൊടുക്കുന്ന ആ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് കൃത്യമായിട്ടും ഒരു ആണവ യുദ്ധത്തിലേക്ക്, ഈ ട്രംപ് അടക്കമുള്ള ആളുകൾ പല ആളുകളും വാൺ ചെയ്തതാണ് ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളത്. എന്ന് വെച്ചാൽ പക്ഷേ അതിനെ ഒന്നും കാര്യമാക്കി എടുക്കാതെ
കൃത്യമായിട്ടും ഇതിന് പെർമിഷൻ കൊടുത്തത്. ഈ പെർമിഷൻ കൊടുക്കാൻ കൂടെ നിന്നത് ആരാ? ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെ ആളുകളാണ്. ബ്രിട്ടനും ഫ്രാൻസും കൃത്യമായിട്ട് ഫ്രീമേഴ്സൺ ഐഡിയോളജിയുടെ സെന്ററാണ് ബ്രിട്ടനും ഫ്രാൻസും. അതുപോലെ തന്നെ അമേരിക്കയും. ഈ 3 പേരും ചേർന്നാണ് ഇത് ചെയ്തത്. ഇത് ലോകത്തിലെ ഇപ്പം അത് കഴിഞ്ഞ് വെച്ചിട്ട് അനലിസ്റ്റുകൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത 4 വർഷത്തേക്ക് ട്രംപ് ആയതുകൊണ്ടൊരു ആണവായുധത്തിനുള്ള സാധ്യത കുറഞ്ഞു എന്നുള്ളത്. കാരണം 72 മണിക്കൂറിനുള്ളിൽ ലോകം നശിക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇവരെ എടുത്തു ചാടി എന്ന് പറയുന്നത് ഇവർ പറഞ്ഞു കോർ വാല്യൂസ്, ഫ്രീമേഴ്സൺസിന്റെ കോർ വാല്യൂസിൽ ചേർന്ന് നിന്നു. ഇതായിരുന്നു ഇവർ കോർ വാല്യൂസിൽ ചേർന്ന് നിന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇനി 2 മൈഗ്രന്റ് ക്രൈസിസ് ആണ് ഈ രാജ്യങ്ങളെല്ലാം നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഈ നേരത്തെ പറഞ്ഞ അതേപോലെ കാത്തോലിക് ഐഡിയോളജിയും ഫ്രീമേഴ്സൺ ഐഡിയോളജിയും. കാത്തോലിക്സിന്റെ മിഷണറിമാര് യൂറോപ്പില് ആതുര സേവനം അടക്കമുള്ള ആശുപത്രികൾ അടക്കമുള്ള വിദ്യാഭ്യാസം അടക്കമുള്ള ഈ സ്ഥാപനങ്ങളെല്ലാം വളരെ വൃത്തിയായും വിശ്വാസപരമായും എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അതിനുശേഷം ഈ സംഗതികളിലേക്കെല്ലാം ഇവർക്കുണ്ട് ചാരിറ്റി. ഈ ഫ്രീമേഴ്സൺസിനും ഉണ്ട് ചാരിറ്റി എന്ന് പറയുന്നത്. അതിന്റെ പെർട്ടിക്കുലർ വേർഡ് ഞാൻ മറന്നു. അവർക്കും ചാരിറ്റി ഉണ്ട്. അത് ഈ 2 ചാരിറ്റിയുടെ ഈ ബിഷപ്പ് ഈ 2024 തിരിച്ചു വന്ന് പറഞ്ഞു ഈ 2 ചാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം പുള്ളി എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടായി. ഫ്രീമേഴ്സൺസിന്റെ ചാരിറ്റി എന്താണ്, നമ്മുടെ ചാരിറ്റി എന്താണ്? നമ്മൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ പേരിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലുള്ള കാര്യത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. നമ്മുടെ പേരിൽ കൊടുത്താലല്ല പറയുന്നത്. അതാണ് 2 തമ്മിലുള്ള വ്യത്യാസം. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതും സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതും. ഇതേ കാര്യം തന്നെയാണ് മൈഗ്രന്റ് ക്രൈസിസിൽ സംഭവിച്ചത്. ഇവര് ഈ മൈഗ്രന്റ് ആയി വന്ന ആളുകൾക്കെല്ലാം ഇവർക്ക് ആവശ്യമുള്ള എല്ലാം കൊടുത്തു. ഇവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കൊടുത്തു, പണം കൊടുത്തു, അവർക്ക് താമസിക്കാൻ വീട് കൊടുത്തു, അവരെ വളരെ നല്ല രീതിയിൽ പരിഗണിച്ചു, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ഈ മൈഗ്രൻസ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക മിഷണറിമാര് ഇതേ സാധനങ്ങൾ തന്നെയായിരുന്നു കൊടുത്തത്. ഇവരും ഇതേ സാധനങ്ങൾ തന്നെ കൊടുത്തു. പക്ഷേ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കൊടുത്തായിരുന്നു, അത് ക്രിസ്തുവായിരുന്നു. അത് ഇവർക്കില്ല. അതിന്റെ ഫലമാണ് അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം വരുമ്പോൾ കത്തോലിക്ക സഭയിലുള്ള ആളുകൾക്കോട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് നമ്മൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫ്രീമേഴ്സൺ ഐഡിയോളജിയിൽ വിശ്വസിക്കുകയോ അതിനോട് ചേരുകയോ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാരണം അവർക്ക് ക്രിസ്തു ഇല്ല എന്നുള്ളതും അവർ ക്രിസ്തുവിനെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ലോകത്തിൽ നിന്ന് ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം അവർ ഏത് വെളിച്ചമാണ് സ്വീകരിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ അടിസ്ഥാനപരമായ ആവശ്യം ക്രിസ്തു ഇല്ലാതാകുക എന്നുള്ളതാണ്. ക്രിസ്തു ഇല്ലാതാകുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ അടിസ്ഥാനപരമായ ആവശ്യം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വ്യക്തമായി പറഞ്ഞത്, ക്രിസ്തുവിനെ ആവശ്യമില്ലാത്ത ഒരു സംഘടനയിൽ ചേരുന്ന ആളുകൾ ഒരിക്കലും ക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് രണ്ടും കോൺട്രവേഴ്സ്യലാണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ യൂറോപ്പിലെ ആളുകളുടെ പൂർവികരെ, ഇവരുടെ അപ്പനപ്പൂപ്പന്മാര് ഇവരുടെ തന്നെ ചരിത്രം വിളിക്കുന്ന ബാർബേറിയൻസ് എന്നാണ് വിളിക്കുന്നത്. ആ ബാർബേറിയൻസിനെ കൺവേർട്ട് ചെയ്ത് ഇന്നത്തെ കോലത്തിലാക്കിയത് ഈ കത്തോലിക്ക മിഷണറിമാരാണ്. അവർ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തത് ക്രിസ്തുവിനെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് കാത്തോലിക് കൾച്ചർ, ഇന്ന് അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ കാത്തോലിക് കൾച്ചർ, ആ ക്രിസ്ത്യൻ കൾച്ചറാണ് ഞങ്ങൾക്ക് വേണ്ടിയതെന്ന് പറയുന്നുള്ളൂ. അവരുടെ ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ടായത് ഇങ്ങനെയായിരുന്നു. ഇന്നത്തെ അവരുടെ ഈ ഫ്രീമേഴ്സൺ ഐഡിയോളജിയും വെച്ച് അവർ കടന്നു വന്ന ആളുകളെ സ്വീകരിച്ചപ്പോൾ തിരിച്ച് അവർക്ക് കിട്ടിയത് ഇതാണ്. കാരണം അതിന്റെ കാര്യം ക്രിസ്തുവില്ല. അപ്പോൾ ഫ്രീമേഴ്സണും കത്തോലിസിസവുമുള്ള പ്രധാന വ്യത്യാസം ഇതാണ്, ക്രിസ്തു ഉണ്ട്, ക്രിസ്തുവില്ല. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജോ ബൈഡൻ ഇതിലേക്ക് കടന്നു വരുമ്പോൾ അയാള് കാത്തോലിക്കായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു, എല്ലാം ശരിയായിരുന്നു. പക്ഷേ അയാളിൽ ക്രിസ്തു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇപ്പം റോബിൻ പറഞ്ഞു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള ഒരു ആശയധാര. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള ഏത് ആശയധാരയിലും ഒരിക്കലും ഒരു കത്തോലിക്കന് ഒരു ക്രിസ്ത്യാനിക്ക് അതിന്റെ ഭാഗമാകാൻ സാധിക്കുകയില്ല, അതിനെ പിന്തുണയ്ക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു അജണ്ട കൂടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രീമേസണറി ലക്ഷ്യത്തിന് പിന്നിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയ്ക്ക് പിന്നിലുണ്ട് നമുക്ക് കൃത്യമായിട്ടും പറയേണ്ടി വരും. നമുക്കറിയാം അറ്റ് ദി എൻഡ് ഒരു അപ്പോക്ലിപ്റ്റിക്കൽ ടൈമിൽ, ഒരു എൻഡ് ടൈമിലൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു ആന്റി ക്രൈസ്റ്റിന്റെ ഒരു ആഗമനം വരും, അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ കൃത്യമായിട്ടൊരു വൺ വേൾഡ് ഗവൺമെന്റ്, ഒരു വൺ വേൾഡ് ഓർഡർ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അതിന് സാഹചര്യങ്ങൾ ഒരുക്കപ്പെടണമെങ്കിൽ രാജ്യങ്ങളിലെ അവസ്ഥ, സമൂഹങ്ങളിലെ അവസ്ഥ, പ്രാദേശികമായിട്ടുള്ള അവസ്ഥ ഒരു കലുഷിതമാകണം. അത് എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും, രാഷ്ട്രീയമായിക്കോട്ടെ, ധാർമ്മികമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ,
മൂല്യപരമായിക്കോട്ടെ എല്ലാ രീതിയിലും ഒരു കലുഷിതമാകുന്നു. ആ സാഹചര്യത്തെ മുതലെടുത്ത ഒരു വൺ വേൾഡ് സിസ്റ്റത്തിലേക്ക്, വൺ വേൾഡ് ഓർഡറിലേക്ക് പോകുന്നു. അതിന്റെ തലപ്പത്തിലേക്ക് ഒരു ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നു. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഫ്രീമേസണറി അജണ്ട, നമ്മൾ ഈ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തതൊക്കെ ആ ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. അതായത് ധാർമ്മികമായിട്ടുള്ളൊരു അപജയങ്ങൾ കൊണ്ടുവരിക, ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു കലുഷിതമായിട്ടുള്ള സാഹചര്യം, റോബിൻ പറഞ്ഞു യുദ്ധവും അതുപോലത്തെ കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള കലുഷിതമായിട്ടുള്ള സാഹചര്യം, അസമാധാനം നിറഞ്ഞ ഒരു സാഹചര്യം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മുന്നൊരുക്കമായിട്ടാണ് ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള ഈ ഫ്രീമേസണറി ഒരു സൈഡിൽ നിന്നും ഇത്തരത്തിലുള്ള ആശയധാരകൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുത്തി നിറയ്ക്കപ്പെടുന്നു. അത് മാത്രമല്ല ഇവർ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ അംഗത്വം എടുക്കുന്ന എലൈറ്റ് ക്ലാസ് പീപ്പിൾ ആണ്. അതായത് സാധാരണക്കിടയിലുള്ള ആൾക്കാരല്ല, എലൈറ്റ് ക്ലാസ്. അതിനകത്ത് ഈ പറയുന്ന പോലെ സമൂഹത്തെ എല്ലാ തരത്തിലും സ്വാധീനിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ. അത് പൊളിറ്റിക്കൽ മാത്രമല്ല, നമ്മളൊരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിയമപാലകരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പരമായിട്ട് നോക്കുമ്പോൾ, എല്ലാ മേഖലകളിലും സാംസ്കാരിക, കല, നിയമം, ഒപ്പം തന്നെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു സമൂഹത്തെ എങ്ങനെയാണോ സ്വാധീനിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത്, അത്തരം മേഖലകളിൽ ഇടപെടുന്നവരാണ് പലപ്പോഴും ഇതിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ അത്തരം വ്യക്തികളെ കരുവാക്കിക്കൊണ്ട് ലോകത്ത് ചേഞ്ചസ്, ഇവരുടെ ആംഗിളിലൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നവരെ ഇതിന്റെ അധികാര തലപ്പത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം ഇവർ സംജാതമാക്കുന്നു. ഒരു വൺ വേൾഡ് ഓർഡറിലേക്ക് പോകുന്നു. അറ്റ് ദി എൻഡ് അതിന്റെ തലപ്പത്തേക്ക് ഒരു ആന്റി ക്രൈസ്റ്റ് എന്നൊരു സംവിധാനം വരുന്നു. പിന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു അജണ്ട. ക്രിസ്തുവിനെ ഇല്ലാതാക്കുന്നു. അറ്റ് ദി എൻഡ് ഒരു പോക്ക് അങ്ങോട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമാണ്. ഇപ്പൊ റോബിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കൊരു പിരമിഡിനോട് വേണമെങ്കിൽ ഉപമിക്കാം. ഇതിന്റെ താഴേക്കിടയിലുള്ളവർക്ക് ഒരുപക്ഷെ ഏറ്റവും ബോട്ടം ലെവലിലുള്ളവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാകണമെന്ന്. പക്ഷെ മുകളിലേക്ക് പോകും തോറും അറ്റ് ദി എൻഡ് ടോപ്പിലേക്ക് എത്തുമ്പോൾ കൃത്യമാണ് ഇതിന്റെ അജണ്ട എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്താണ്, എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കത്തോലിക്കർക്ക് മാത്രമല്ല ദൈവവിശ്വാസമുള്ള ഒരാൾക്കും ഒരു ഭാഗമാകാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പിന്തുണയ്ക്കാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു ആശയധാരയാണ് ഈ ഒരു ഫ്രീമേസണറി ആശയധാര. അല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ചും എടുത്തു കാണേണ്ടത് എന്ന് വെച്ചാൽ, ഇവർ പലപ്പോഴും കാത്തോലിക്സിനെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഏക ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് ഏക ദൈവമാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഐഡിയോളജിയാണ് ഇവർ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ഏക ദൈവം ക്രിസ്തു ആണോ എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതല്ല എന്നുള്ളതാണ്. ഇവര് ഇപ്പൊ ഈ സിംഗിൾ വേൾഡ് ഓർഡറിന് വേണ്ടിയിട്ടാണ് ഇവർ എല്ലാ രാജ്യങ്ങളിലും എല്ലാ മതങ്ങളിൽ നിന്നും ഒരു പിരമിഡ് പോലെ എല്ലാം സ്വാംശീകരിച്ചെടുത്ത് മേളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു സിംഗിൾ വേൾഡ് ഓർഡറിലേക്കാണ് പോകുന്നത്. ഒരു സിംഗിൾ വേൾഡ് ഓർഡറിലേക്കാണോ? ആ സിംഗിൾ വേൾഡ് ഓർഡറിന് സൈക്കോളജിക്കലാണ് ഒരു ദൈവം വേണം. ആ ദൈവം എന്ന് പറയുന്നത്, കാരണം ഇവരുടെ സയൻസിന് ഇവർക്ക് പല ഡിവിഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എത്തയിസ്റ്റിന് ഒരു ഡിവിഷൻ ഉണ്ട്, അതുപോലെ സ്പിരിച്വൽ ആസ്പിറേഷൻ ഉള്ളവർക്ക് വേറെ ഡിവിഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് ഇവരുടെ ഉള്ള. ഒരുപാട് റൈറ്റുകളുണ്ട് ഇവരുടെ ഉള്ള. നമുക്ക് ഒരുപാട് റൈറ്റുകളുണ്ട്. ആരാധനക്രമം എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് റൈറ്റുകളുണ്ട്. പക്ഷേ ഈ റൈറ്റുകൾക്കെല്ലാം ഒരു ദൈവം, ഒരു സിംഗിൾ ദൈവം. ആ സിംഗിൾ ദൈവത്തെ വെച്ചാണ് ഇവർ കത്തോലിക്കരെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊരു സിംഗിൾ ദൈവത്തെയാണ്. ആ സിംഗിൾ ദൈവം ക്രിസ്തുവാണ് എന്നുള്ളതാണ് ഇവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്ന വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പം പറഞ്ഞതനുസരിച്ച് നമ്മൾ വ്യത്യസ്തങ്ങളായ ഈ ആശയങ്ങളുടെ ഒരു കാലഘട്ടമായത്. ഇപ്പം മനസ്സിലാക്കണം, നമ്മുടെ സൊസൈറ്റിയെ, നമ്മുടെ യുവജനങ്ങളെ, സമൂഹത്തെ ആകമാടെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. പലപ്പോഴും ചില സംഘടനകൾ അവരുടെ വ്യക്തികൾ ഇല്ലാതായപ്പോൾ ഈ ആശയങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഈ ഫ്രീമേസന്റെ ആശയങ്ങൾ, ഇവിടെ റോബിനും ജോർജിയും പറഞ്ഞ പോലെ, ഈ ആശയങ്ങൾ വളരെ ബലപ്പെടുന്നൊരു കാലഘട്ടം, രൂഢമൂലമാകുകയാണ്. ഇപ്പം നമ്മളിതിനെ കുറിച്ച് കാണുന്നതെന്ന് വെച്ചാൽ ഒരു ന്യൂ ഏജ് മൂവ്മെന്റ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ഒരു മൂവ്മെന്റിലേക്ക് ഇവരെങ്ങോട്ട് കൊണ്ടുവരികയാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. ആദ്യം നിലവിലുള്ള സംവിധാനങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇവരുടെ ആശയധാരകൾ മാത്രം അനുസരിക്കുന്ന, അപ്രകാരം ആ നിയമം അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു ലോകക്രമം തന്നെ കൊണ്ടുവരികയാണ്. അത് എല്ലാ മേഖലകളും, സാഹിത്യം, രാഷ്ട്രീയം, സ്പോർട്സ്, സാമൂഹ്യം, മതപരം, എല്ലാ മേഖലകളിലും. അപ്പോൾ കംപ്ലീറ്റ് തങ്ങളുടേതായ ഒരു ആശയം അനുസരിച്ച്, തങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് തങ്ങൾ ആരെ ആരാധിക്കുന്നുവോ, അതാണ് നിഗൂഢതയാണല്ലോ ശരിക്കും. ഇവിടെ റോബിൻ പറഞ്ഞു പല കാര്യങ്ങളിലും വളരെ ക്ലാരിറ്റി ആയിട്ടുള്ള, ഇതൊക്കെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊടുക്കുള്ളൂ ശരിക്കും. ഈ താഴെക്കടയുള്ളവർക്ക്, ഈ പിരമിഡിന് താഴെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയില്ല ശരിക്കും. അവർക്ക് ഇതൊരു സൊസൈറ്റി ആയിട്ടോ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉറപ്പായിട്ടും ഭയങ്കര എലൈറ്റ് ക്ലബ്ബാണ്. കാരണം ഭയങ്കര VIP-കളല്ല വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പുറമെ, പക്ഷേ എന്റെ ആഴങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു ആശയധാര, അപ്പൊ അത് അവിടെ മനസ്സിലാണ്. ഇപ്പൊ ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഒരു ഭരണം, അവന്റെ കടന്നുവരവ്, അവന്റെ ആധിപത്യം സംജാതമാക്കുന്ന അവസ്ഥ. ഇവിടെയാണ് ശരിക്ക് സഭാവിശ്വാസികള്, സഭാ നേതൃത്വം ശ്രദ്ധിക്കേണ്ടത്.
ഈ കാലഘട്ടത്തെ തിരിച്ചറിയണം, ഈ ചതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം, ഇതിനെ ഡിസൈൻ ചെയ്യണം, ഇതിനെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള ഒരു ആത്മീയ ശക്തി പ്രാപിക്കണം. അവിടെ ശരിക്കും ഞാൻ ഓർക്കണം ഈ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം, ഈ കാലഘട്ടം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ന്യൂ ഏജിൻ്റെ കാലഘട്ടം, ആൻറ്റി ക്രൈസ്റ്റ് പ്രൊമിനൻ്റ് ആകുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇവയെ ചെറുക്കുവാൻ, ഇവയെ നിർവീര്യമാക്കുവാൻ, ഇവയെ നന്നായിട്ട് ഡിസൈൻ ചെയ്യുവാൻ കഴിവും ജ്ഞാനവുമുള്ള ഒരു സമൂഹം ഇടയന്മാർ പൊങ്ങി വരേണ്ട ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആർക്കും ഒരു ഫ്രീമേസനാകാൻ സാധിക്കുകയില്ല. നമുക്കിതിനെ അത്ര ഡയറ്റായിട്ട് എടുക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഇവരോട് യാതൊരു ബന്ധവുമില്ല. കാരണം വെച്ചാൽ രണ്ട് മാസ്റ്റേഴ്സ് നമുക്ക് ഒരിക്കലും സേവിക്കാൻ സാധിക്കില്ല. പറ്റിയല്ല. നമ്മൾ സേവിക്കുന്ന മാസ്റ്ററും ഇവർ സേവിക്കുന്ന മാസ്റ്റർ തമ്മിൽ എൻറ്റയർലി രണ്ട് വ്യത്യസ്തം ശരിക്കും, രണ്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഈ ന്യൂ ഏജ് മൂവ്മെന്റിന്റെ പ്രവർത്തനം ഇത്തരം തിരിച്ചറിയുക, ഇത്തരം ഫിലോസഫികളെ നമ്മൾ ഉറപ്പ് തിരിച്ചറിയുക, ഇവ നമ്മൾ നന്നായിട്ട് ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സഭയുടെ ഉൾത്തലങ്ങളിലേക്ക് പോലും, അത് പറയുമ്പോൾ ഒത്തിരി വേദനയുണ്ട്, ഉൾത്തലങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള ആശയധാരകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കൈകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്താണ്, സത്യവിശ്വാസം എന്നുള്ള ബാനറിൽ ഒരു പ്രോഗ്രാം ചെയ്താണ്. അങ്ങനെ ഈ ക്രൈസ്തവികമായിട്ടുള്ള ചില പേരുകൾ മാറ്റി അതിനെ കുറെ കൂടി സെക്യുലർ സ്വഭാവമുള്ള പേരുകൾ ഇടുക. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല. അതായത് സഭയ്ക്കുള്ളിൽ കുറെ കൂടി ഒരു സെക്യുലർ കാഴ്ചപ്പാട്, അതാണ് വളരെയധികം പ്രധാനം. അത് സഭയ്ക്കുള്ളിൽ തന്നെ ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ആ ഒരു അജണ്ട, അത് പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല രീതിയിൽ അവർ അവരുടെ ലക്ഷ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അത് പോളിസിപരമായിട്ടായിരിക്കാം, ചില ആചാരങ്ങളുടെ ഇതിലായിട്ടായിരിക്കാം, ഏത് രൂപത്തിലായിക്കോട്ടെ, ചില തീരുമാനങ്ങളുടെ പേരിലായിരിക്കാം, ചില നടപടികളുടെ പേരിലായിരിക്കാം, എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, സഭയുടെ ഉൾത്തലങ്ങളിൽ പോലും ഇത്തരം അജണ്ടകൾ അത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തി വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു മേഖലയാണ് ഈ ഫ്രീ മേസൺ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഈ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതും അത് തന്നെയാണ്. അത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും വളരെ നിഗൂഢമായിട്ട് തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി എല്ലാ തലങ്ങളിലും, അത് സഭയുടെ തലങ്ങളിലായിക്കോട്ടെ, അധികാര കേന്ദ്രങ്ങളുടെ തലങ്ങളിലായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ തലങ്ങളിലായിക്കോട്ടെ, ഇവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വ്യക്തികളുടെ രൂപത്തിൽ, ചില പോളിസികളുടെ രൂപത്തിൽ, ചില തീരുമാനങ്ങളുടെ ഒക്കെ രൂപത്തിൽ. അതുകൊണ്ട് തന്നെ ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജനുവരി 19 അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ഫ്രീ മേസണറി അംഗത്വം. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എന്തൊക്കെയായിരുന്നു ചെയ്തത്, അത് തന്നെയാണ് നമുക്ക് നൽകുന്ന ഒരു ജാഗ്രത സന്ദേശം. തീർച്ചയായിട്ടും ഇത്തരം നിഗൂഢ സംഘങ്ങൾക്കെതിരെ വിവേകത്തോടുകൂടി അവരെ അകറ്റി നിർത്തുവാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ നേതൃത്വങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ സഭാ വിശ്വാസികളും പ്രാർത്ഥനയിൽ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം സംഘടനകൾക്കെതിരെ നമ്മൾ ഭൗതികമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഒന്നും ചിലപ്പോൾ ഇതിനെ അതിജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള കൂടുതൽ കരുത്തിലേക്ക് വരുവാൻ സഭയ്ക്ക് സാധിക്കട്ടെ, അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.